നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ യൂട്യൂബ് ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മോഹിനിയെക്കുറിച്ചാണ്. മോഹിനി എന്നാൽ മോഹിപ്പിക്കുന്നവൾ, ഭ്രമിപ്പിക്കുന്നവൾ, അതിസുന്ദരി എന്നൊക്കെ അർത്ഥമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാലാഴി മഥനകാലത്ത് അസുരന്മാർ ദേവന്മാരെ പറ്റിച്ച് അമൃതകുംഭവുമായി കടന്നു കളഞ്ഞു. ഈ അമൃതകുംഭം വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുവാൻ വേണ്ടി മഹാവിഷ്ണു മോഹിനി രൂപം പ്രാപിച്ചിട്ടാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഭസ്മാസുരൻ പരമശിവനിൽ നിന്നും വരം സ്വീകരിച്ച് ആ വരത്തിൻ്റെ ഫലമറിയാൻ പരമശിവനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ പരമശിവൻ സങ്കടത്തോടെ മഹാവിഷ്ണുവിനെ പ്രാപിച്ച് രക്ഷിക്കണമെന്ന് പറയുകയും മഹാവിഷ്ണു മോഹിനി വേഷം പൂണ്ട് ഭസ്മാസുരനെ നിഗ്രഹിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനി എന്നാൽ വളരെ സൗന്ദര്യവതിയും അതിബുദ്ധിമതിയും ഭ്രമിപ്പിക്കുന്നതും എല്ലാമായതാണ് മോഹിനി എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഗുരുവായ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ടീച്ചറും അവരുടെ മകളും എൻ്റെ സതീർത്ഥിയുമായിരുന്ന കലാമണ്ഡലം ലതികയും ചേർന്ന് ഒരു മോഹിനിയാട്ടത്തെക്കുറിച്ചൊരു ഗ്രന്ഥം നിർമ്മിച്ചിരുന്നു. ആ ഗ്രന്ഥം വായിച്ചതിൽ നിന്നാണ് എനിക്കിത്രയും മനസ്സിലാക്കാൻ സാധിച്ചത്. നന്ദി, നമസ്കാരം.